ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്നതിന് മുന്നേയായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കിയിട്ട് പോവാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എയും പൊതുവ്യത്യാസം ഡിയും പദങ്ങളുടെ എണ്ണം എന്നും ആണെങ്കിൽ nth പദം അഥവാ an കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ അല്ലേ? ഇപ്പം an ഈക്വൽ ടു an എന്ന് പറഞ്ഞാൽ nth പദമാണ്. ഒരു ടേം ഇപ്പോൾ ഒരു സമാന്തര ശ്രേണി പറയുന്നു, അപ്പോൾ അതിൽ 10ാമത്തെ പദത്തിൽ വരുന്ന സംഖ്യ ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല യൂസ് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ആ ശ്രേണിയിൽ ആദ്യത്തെ പദം അറിയണം, പിന്നെ അവരുടെ പൊതുവ്യത്യാസം അറിയണം, പിന്നെ എത്ര പദമുണ്ട് അതും അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. 11, 18, 25 അങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ 21ാം പദം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ശ്രേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അല്ലേ? അതിൽ 21ാമത്തെ പദത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇവിടെ ആദ്യ പദം തന്നിട്ടുണ്ട്, രണ്ടാമത്തെ പദം തന്നിട്ടുണ്ട്, മൂന്നാമത്തെ പദം തന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് തന്നിട്ടില്ല. 21ാമത്തെ പദമാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ വരുമ്പം എ എന്ന് പറഞ്ഞെടുക്കേണ്ടത് ആദ്യ പദമാണ്. അപ്പം നമ്മുടെ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 11 ആണ് അല്ലേ? അപ്പോൾ എ 11 എടുക്കാം. ഇനി പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി ആണ്. പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ രണ്ടാം പദത്തിൽ നിന്ന് വേണം ആദ്യ പദം മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ 18 നിന്ന് വേണം 11 മൈനസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ 18 നിന്ന് 11 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം 7 എന്ന് കിട്ടും. ഇനി n എന്ന് പറയുന്ന ഇതിൽ എത്ര ടേം ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ 21ാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ ടോട്ടൽ 21 പദം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? എടുക്കുക. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 21 എന്നെടുക്കുക. 21ൽ ഏത് സംഖ്യയാണ് വരുന്നതെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഏത് സംഖ്യയാണെന്ന് കാണുക എന്ന് പറഞ്ഞാൽ an ആണ് കാണേണ്ടത്. അപ്പോൾ anൻ്റെ ഫോർമുല എന്തായിരുന്നു? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. a എന്ന് പറയുന്നത് 11 പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 21 മൈനസ് 1 ഇൻറ്റു ഡി. ഇൻറ്റു ആണ്. ഇൻറ്റു ഏതാണ്? ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 7. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യുക. അപ്പോൾ 11 അവിടെ തന്നെ കിടക്കട്ടെ. 11 പ്ലസ് 21 മൈനസ് 1 ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും അല്ലേ? ഇൻറ്റു 7. ഇനി അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 11 പ്ലസ് 20 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 140 എന്ന് കിട്ടും. ഇനി ആഡ് ചെയ്ത് കൊടുക്കുക. 140ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 151 എന്ന് കിട്ടും. സോ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.